കുഴൂർ KCB സെക്ഷൻ പരിധിയിൽ നിരന്തരം അനുഭവപ്പെട്ടിരുന്ന വൈദ്യുതി തടസ്സങ്ങൾക്ക് ശാശ്വത പരിഹാരമായി കുറുമശ്ശേരി സബ്സ്റ്റേഷനിൽ നിന്ന് പുതിയ 11 kV ഫീഡർ സ്ഥാപിച്ചു. ഏപ്രിൽ 25 ശനിയാഴ്ച മുതൽ പുതിയ ഫീഡർ വഴി കുഴൂർ സെക്ഷനിലേക്കുള്ള വൈദ്യുതി വിതരണം ആരംഭിക്കും. ഇതോടെ മാള ഫീഡറിൽ തടസ്സമുണ്ടായാലും കുറുമശ്ശേരി ഫീഡർ വഴി വൈദ്യുതി വിതരണം തുടരാനാകും. കുറുമശ്ശേരി സബ്സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 2.75 കിലോമീറ്റർ ദൂരത്തിൽ പുതിയ 11 kV ലൈൻ സ്ഥാപിച്ചാണ് ഫീഡർ ഒരുക്കിയത്. പദ്ധതിക്കായി 83,32,012 രൂപയുടെ ഭരണാനുമതി ലഭിച്ചെങ്കിലും 58,11,807 രൂപ ചെലവിൽ തന്നെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. പൊതുപ്രവർത്തകനായ ഷാൻഡി ജോസഫ് 2023 ജൂലൈ മാസത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതിക്ക് അനുമതി ലഭിച്ചത്. 25 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച കുഴൂർ വൈദ്യുതി സെക്ഷന്റെ പരിധിയിൽ കുഴൂർ ഗ്രാമപഞ്ചായത്തും മാള പഞ്ചായത്തിലെ കുരുവലശ്ശേരി പ്രദേശവും പാറക്കടവ് പഞ്ചായത്തിലെ കൊച്ചുകടവ്, പൂവത്തുശ്ശേരി പ്രദേശങ്ങളും ഉൾപ്പെടുന്നു. ഇതുവരെ മാള സബ്സ്റ്റേഷനിൽ നിന്ന് വരുന്ന ഏക 11 kV ഫീഡറിനെ ആശ്രയിച്ചായിരുന്നു വൈദ്യുതി വിതരണം. ഏകദേശം 30 കിലോമീറ്റർ നീളമുള്ള ഈ ഫീഡറിന്റെ ആരംഭ ഭാഗത്ത് എവിടെയെങ്കിലും തകരാറുണ്ടായാലും മുഴുവൻ പ്രദേശത്തും വൈദ്യുതി തടസ്സം അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. നിരന്തരമുണ്ടാകുന്ന വൈദ്യുതി തടസ്സം KCB ജീവനക്കാരുമായി നിരന്തരം പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായാണ് പുതിയ ഫീഡർ നിലവിൽ വന്നിരിക്കുന്നത്. കുഴൂർ സെക്ഷനിലേക്ക് ഇനി 2 ദിശകളിൽ നിന്നായി വൈദ്യുതി ലഭ്യമാകും. അതോടെ മാള ഫീഡറിൽ തടസ്സമുണ്ടായാലും കുറുമശ്ശേരി ഫീഡർ വഴി വൈദ്യുതി വിതരണം തുടരാനാകും. ഇതോടെ പ്രദേശത്തെ കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും വലിയ ആശ്വാസമാവുകയും പുതിയ സംവിധാനത്തോടെ കുഴൂർ മേഖലയിൽ വൈദ്യുതി വിതരണം കൂടുതൽ സ്ഥിരതയാർന്നതാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. മീഡിയ ടൈം, മാള.